ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത്ര നേരം എല്ലാരും കാത്തിരുത്തിട്ട് ഇനി അങ്ങനെ വരണ്ട. എല്ലാം എല്ലാം നശിച്ചു പോട്ടെ. ഡോക്ടർ എന്നോട് സത്യം പറയണം. എന്ത് സത്യം? നന്ദേട്ടൻ അവിടെ ഉണ്ടോ? എന്താ ഒന്നും പറയാത്തെ? ഇവിടെ ഇല്ല. ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കാര്യം ഡോക്ടർക്ക് അറിയാലോ. അച്ഛൻ പറഞ്ഞിട്ടാ ആ ചടങ്ങ് നടക്കുന്നത്. നന്ദേട്ടൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ കാരണം ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി നടക്കാതിരിക്കരുത്. അത് അച്ഛന് വല്ലാത്ത വിഷമാവും. ഞാൻ പറഞ്ഞത് സത്യമാണ് അർച്ചന. നന്ദൻ ഇവിടെ വന്നിട്ടില്ല. ഞാനിത് വിശ്വസിക്കണം? അർച്ചന വിശ്വസിക്കണം. എല്ലാം അർച്ചനയ്ക്ക് അറിയാവുന്നതല്ലേ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? നന്ദനോട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ശരി ഡോക്ടർ, ഞാനിത് വിശ്വസിക്കുന്നു. പക്ഷെ ഡോക്ടർ ഒരു ഉപകാരം ചെയ്യണം. നന്ദേട്ടൻ അവിടെ വരികയാണെങ്കിൽ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് അവിടെ നിങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണം. ഇതെന്റെ അപേക്ഷയാ. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ. ഡോക്ടർ കാരണമാണ് നന്ദേട്ടൻ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനിൽ പങ്കെടുക്കാതിരിക്കുന്നതെന്ന് അച്ഛൻ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഈ വീടുമായുള്ള ഡോക്ടറുടെ എല്ലാ ബന്ധവും ഇല്ലാതാവും. ഡോക്ടർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാ അച്ഛൻ. പിന്നീട് ഒരിക്കലും ഡോക്ടറെ പഴയ പോലെ കാണാൻ അച്ഛന് പറ്റില്ല. അതിനിടവരുത്തരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മനഃപൂർവ്വം എടുക്കാത്തതായിരിക്കും. നന്ദേട്ടൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല. സമയം ഇത്രയായില്ലേ? നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. സച്ചി സന്ദീപോടെ അവര് മുറിയിലുണ്ട്. നന്ദേട്ടൻ വരുമ്പോഴേക്കും വരാന്ന് പറഞ്ഞിരിക്കുക. അർച്ചനെ, മോളൊന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കി. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് നന്ദേട്ടൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും. ഞാൻ എന്ത് ചെയ്തിട്ടാച്ചാ നന്ദേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമാണോ? അതും അച്ഛൻ നിർബന്ധിച്ചിട്ടല്ലേ എല്ലാം ഒരുക്കിയത്.
എല്ലാരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് നന്ദേട്ടൻ വരുമെന്ന്? എന്നിട്ടിപ്പോ എന്തായി? നിന്റെ ചേച്ചിക്ക് കരയാനൊക്കെ അറിയോ? സ്വന്തം കാര്യത്തിന് അവരെന്തും ചെയ്യും. കുറച്ചും കൂടെ സിമ്പതി കിട്ടാൻ വേണമെങ്കിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ചെയ്യും. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഇങ്ങനൊരു ചേച്ചി? ഇത് നന്ദേട്ടന് വേണ്ടിയുള്ള സ്പെഷ്യൽ മെയ്ഡാണെന്നേ. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ അച്ഛാ? ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ അവന്തിക തന്നെ കേക്ക് കട്ടിയട്ടെ. ഇല്ല, നന്ദേട്ടൻ വരാതെ ഞാൻ ഈ കേക്ക് കട്ടിയില്ല. മോളെ അങ്ങനെ പറയരുത്. എന്റെ വാക്ക് അവൻ നിഷേധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് എന്നോടുള്ള ദേഷ്യം തീർക്കുക. എനിക്ക് ഉറപ്പാ നന്ദേട്ടൻ വരില്ലെന്ന്. വേണ്ട, ഒരാഘോഷം വേണ്ട. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കില്ല. പോ, എല്ലാരും പോ. ചേച്ചി, വേണ്ട, ചേച്ചി വേണ്ട, ചേച്ചി പോടി. അച്ഛാ, ചേച്ചി വേണ്ട, കാണിക്കുന്നേ ഒരു ആഘോഷം വേണ്ട. ചേച്ചി മോളെ അവന്തികെ, നീ എന്താ ഈ കാണിക്കുന്നേ? എന്തൊക്കെയാ ചേച്ചി കാണിക്കുന്നേ? ചേച്ചി അവൻ ഇപ്പൊ വരും മോളെ. വേണ്ട, ഇത്ര നേരം എല്ലാരും കാത്തിരുത്തിയിട്ട് ഇനി അങ്ങനെ വരണ്ട. എല്ലാം എല്ലാം നശിച്ചു പോട്ടെ. അച്ഛാ, എടുത്തേ, എടുത്തേ. മോളെ ഇത്ര സന്തോഷായിട്ട് കാത്തിരുന്ന ഞാൻ കരയിച്ചില്ല. എന്നെ കരയിച്ചില്ലേ? ഇത് മനഃപൂർവ്വം ചെയ്തതാ. അവൻ ചതിച്ചല്ലോ മോളെ. അച്ഛൻ പറഞ്ഞിട്ടും അവൻ വന്നില്ലല്ലോ. വരണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു കാണുവച്ചാ.